ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയുടെ പ്രശസ്തമായ സ്ഥാപനത്തിലെ വിദ്യാഭ്യാസം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സുപ്രീം കോടതിയുടെ ഇടപെടൽ എത്ര സഹായകരമായി എന്ന വാർത്ത ആഗോള മാധ്യമങ്ങളിൽ നിറയുകയാണ്. വടക്കൻ ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ സ്വദേശിയായ അതുൽ കുമാർ എന്ന 18-കാരനാണ് സുപ്രീം കോടതി സഹായവുമായി എത്തിയിരിക്കുന്നത്. IIT-യിൽ പഠിക്കുന്നതിന് ഫീസായി നൽകേണ്ടിയിരുന്നത് 17,500 രൂപയാണ്. ഓൺലൈനായി വേണം ഈ പണം അടയ്ക്കാനും. അതുൽ കുമാറിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഇത് വലിയൊരു തുകയാണ്. മകന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി പിതാവ് ആദ്യം കടമായി പണം വാങ്ങിയിരുന്നു. എന്നാൽ ഓൺലൈനായി പണം അടയ്ക്കുന്നതിന് സാങ്കേതികമായി ചില തടസ്സങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഫീസ് അടയ്ക്കുന്നതിനായി അനുവദിച്ച അവസാന സമയം കഴിഞ്ഞ് സെക്കൻഡുകൾ കഴിഞ്ഞാണ് അവർക്ക് പണം അടയ്ക്കാൻ കഴിഞ്ഞത്. ഇതിനെ തുടർന്നാണ് അതുൽ കുമാറിന്റെ കുടുംബം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. കേസിൽ സുപ്രീം കോടതി നിർണായകമായ ഇടപെടലാണ് നടത്തിയത്. ധൻബാദിലെ IIT-യോട് അതുലിന് അഡ്മിഷൻ നൽകാൻ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ അസാധാരണമായ വകുപ്പുകൾ ഉപയോഗിച്ചാണ് സുപ്രീം കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതുലിനെ പോലെയുള്ള സമർത്ഥനായ ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും ഇത്തരത്തിൽ ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ IIT-കളിലേക്ക് എല്ലാ വർഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് പ്രവേശന പരീക്ഷ എഴുതുന്നത്. രാജ്യത്തെ 23 IIT-കളിലായി 18,000-ഓളം സീറ്റുകളാണ് ഓരോ വർഷവും ഒഴിവ് വരുന്നത്. പല വിദ്യാർത്ഥികളും വർഷങ്ങളോളം സ്വകാര്യ എൻട്രൻസ് കോച്ചിംഗ് സെന്ററുകളിൽ പഠിച്ച ശേഷമാണ് ഇവിടെ പ്രവേശനം നേടുന്നത്. എന്നാൽ അതുലിന്റെ ജീവിതകഥ ഏറെ വ്യത്യസ്തമാണ്. വളരെ പാവപ്പെട്ട ഒരു ദളിത് കുടുംബമാണ് അതുലിൻ്റേത്. അച്ഛൻ രാജേന്ദ്രകുമാർ കൂലിപ്പണിക്കാരനാണ്. എന്നാൽ രാജേന്ദ്രകുമാറിനെ സംബന്ധിച്ച് കുട്ടികളുടെ പഠിത്തം തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. മൂത്ത മകന്റെ വിദ്യാഭ്യാസത്തിനായി നേരത്തെ അദ്ദേഹം സ്വന്തം വീട് തന്നെ വിറ്റിരുന്നു. അതുലിന്റെ 2 സഹോദരന്മാർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ്. മറ്റൊരാൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഇവരുടെ ഗ്രാമത്തിൽ വൈദ്യുതി പോലും നേരെ ചൊവ്വെ ലഭിക്കാത്ത അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അതുൽ പഠിച്ചത്. മകന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി ഇപ്പോൾ താമസിക്കുന്ന വീട് തന്നെ വിൽക്കാനും താൻ തയ്യാറാണ് എന്നാണ് രാജേന്ദ്രകുമാർ പറയുന്നത്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി നടത്തുന്ന ഒരു എൻട്രൻസ് കോച്ചിംഗ് സെന്ററിലാണ് അതുൽ പഠിച്ചതും. നേരത്തെ IIT പ്രവേശനത്തിന് അതുൽ എൻട്രൻസ് പരീക്ഷ എഴുതിയിരുന്നു എങ്കിലും പ്രവേശനം ലഭിച്ചിരുന്നില്ല. 3 പ്രാവശ്യം മാത്രമാണ് ഒരു വിദ്യാർത്ഥിക്ക് പ്രവേശന പരീക്ഷ എഴുതാൻ കഴിയുകയുള്ളൂ എന്ന സാഹചര്യത്തിൽ 3-ാം തവണത്തെ പരീക്ഷ നിർണായകമായിരുന്നു. 3-ാം തവണ എൻട്രൻസ് നേടിയ അതുലിന് ഫീസ് നൽകാൻ കുടുംബം നെട്ടോട്ടമോടി. നേരത്തെ പണം കടം നൽകാമെന്ന് ഏറ്റിരുന്ന ആൾ സമയത്തിന് വാക്കുമാറുകയായിരുന്നു. തുടർന്ന് രാജേന്ദ്രകുമാറിന്റെ കൂട്ടുകാർ ചേർന്ന് 14,000 രൂപ സംഘടിപ്പിച്ച് നൽകി. ബാക്കി 3,500 രൂപ അച്ഛനും സംഘടിപ്പിച്ചു. വെറും 2 മണിക്കൂർ കൊണ്ടാണ് അവർ ഈ പണം സംഘടിപ്പിച്ചത്. തുടർന്ന് അതുലിന്റെ മൂത്ത സഹോദരന്റെ അക്കൗണ്ട് വഴി ഓൺലൈനായി ഫീസ് അടച്ചു. എന്നാൽ ഫീസ് അടക്കാനുള്ള അവസാന സമയവും കഴിഞ്ഞ് 1.5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവർ പണമടച്ചത് എന്ന് ചൂണ്ടിക്കാട്ടി അധികൃതർ അഡ്മിഷൻ നിഷേധിച്ചു. പല വാതിലുകളും അതുലിന്റെ കുടുംബം മുട്ടിയെങ്കിലും ഒന്നും തുറന്നില്ല. അങ്ങനെയാണ് അവർ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. 2021-ൽ മുംബൈ IIT-യിൽ ഒരു ദളിത് വിദ്യാർത്ഥിക്ക് ഇത്തരത്തിൽ ഫീസ് അടക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ട് പ്രവേശനം നൽകിയ സംഭവമായിരുന്നു അവരെ ഇത്തരത്തിൽ ഒരു നീക്കം നടത്താൻ പ്രേരിപ്പിച്ചത്. ആ വിദ്യാർത്ഥിയെ അതുലിന്റെ കുടുംബം ബന്ധപ്പെടുകയും അവർക്കായി കേസ് നടത്തിയ അഭിഭാഷകനെ പരിചയപ്പെടുകയും ചെയ്തത്. IIT അധികൃതർ പറഞ്ഞ തടസ്സവാദങ്ങൾ തള്ളിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് YD ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് അതുലിനായി ഒരു സീറ്റ് കൂടി അനുവദിക്കാൻ ഉത്തരവിട്ടത്. അതുലിന് ഭാവിയിൽ എല്ലാ ആശംസകളും ചീഫ് ജസ്റ്റിസ് നേരുകയും ചെയ്തു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.